13 സെന്റ് സ്ഥലം, 1650 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, കിണർ, വെള്ള സൗകര്യം, നല്ല മുറ്റവും നല്ല സൗകര്യങ്ങളും എല്ലാമുള്ള നല്ലൊരു വീട്. ഈ വീട് മറ്റൊരിടത്തുമല്ല, പാലാ പൊൻകുന്നം റോഡിൽ കൂരാലിക്ക് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയി കഴിഞ്ഞ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. ചോദിക്കുന്ന വില 76 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം, വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാനും മറക്കരുത്. മീനച്ചൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ 13 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുള്ള വീടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ചോദിക്കുന്ന വില 76 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട് നല്ല മനോഹരമായ രീതിയിൽ ഗാർഡനൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ മുറ്റത്ത് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുവാനായിട്ടുള്ള എക്സ്ട്രാ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൂഫ് വർക്കിൻ്റെ അകത്തേക്കൊന്ന് പോകാം. റൂഫ് വർക്കിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന, അതായത് ഷീറ്റിട്ട് നല്ല റൂഫ് വർക്ക്, നല്ല സ്പേസ് കിട്ടാവുന്ന രീതിയിൽ, ഒത്തിരി പേര് വരുമ്പോൾ ചോദിക്കാറുണ്ട് നല്ല ഏരിയ കിട്ടാവുന്ന രീതിയിലുള്ള റൂഫ് വർക്ക് ചെയ്തേക്കുന്ന വീടുകൾ. അങ്ങനെ രീതിയിൽ ഏറ്റവും നല്ല സ്പേഷ്യസ് ആയിട്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് ഈ കാണുന്നത്. വാട്ടർ ടാങ്ക് സ്റ്റാൻഡിട്ട് മുകളിലേക്ക് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല, പാലാ പൊൻകുന്നം റൂട്ടിൽ, അതായത് പൊൻകുന്നത്തുനിന്ന് പാലായ്ക്കുള്ള റോഡ് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് വരും. കൂരാലിക്ക് സമീപത്തായിട്ട്, കൂരാലിക്കും 1-ാം മൈലിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയി കഴിഞ്ഞ 2-3 വീടുകൾ കൂടി പണിതുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെസിഡൻഷ്യൽ മേഖലയായി കൺസ്ട്രക്ഷൻ വർക്കെല്ലാം കംപ്ലീറ്റായി ഡെവലപ്പ് ആയി കഴിഞ്ഞിരിക്കുന്ന ഈ മേഖലയിൽ നല്ല 2-3 വീടുകളാണ് ഇവിടെ പണിയുന്നത്. എല്ലാം റൂഫ് വർക്ക് ചെയ്ത കേരള സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളി വീടാണ് ഇവിടെ പണിയുന്നത്. ഇതിലൊരു വീട് നിലവിൽ മീനച്ചൽ ഹോംസ് വഴി തന്നെ കച്ചവടമായി അഡ്വാൻസ് എഗ്രിമെൻ്റ് ആയിരിക്കുന്നതാണ്. ബാങ്ക് ലോൺ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ലീഗലി എല്ലാം നോക്കി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നല്ല സ്വീകരണമുറി, നല്ല ഡൈനിങ് ഹാള്, അവിടുന്ന് നമ്മുടെ ഓപ്പൺ കിച്ചണുണ്ട്. 3 ബെഡ്റൂമാണ്, 3ഉം അറ്റാച്ച്ഡ് ആണ്. നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും. മൂന്ന് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ, ഒരു 12-13 അങ്ങനെയൊക്കെ സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് 3 ബെഡ്റൂമും. ഹോള്, ഡൈനിങ്, നല്ല വലിപ്പമുള്ള ഹോളും ഡൈനിങ്ങും ഉണ്ട്. വർക്കുകളാവട്ടെ എല്ലാം തെക്കൻ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ചെയ്ത്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളെ വിളിക്കാനായിട്ട് ഒട്ടും താമസിക്കരുത്. അപ്പോൾ മീനച്ചൽ ഹോംസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ വീഡിയോ പാലാ പൊൻകുന്നം റൂട്ടിലാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞു. പൊൻകുന്നം ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരവും, ഇവിടുന്ന് പാമ്പാടി, കോട്ടയം, അതുപോലെ തന്നെ പള്ളിക്കത്തോട്, അതുപോലെ തന്നെ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. എടുത്തു പറയേണ്ട കാര്യമില്ല. പാലാ ടൗണിലേക്ക്, പൈക ടൗണിലേക്ക്, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒക്കെ പോകുവാനായിട്ടുള്ള എളുപ്പ വഴിയുള്ള മേഖലയാണ്. നിർദ്ദിഷ്ട ശബരിമല എയർപോർട്ടുമായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവലിംഗ് കൊണ്ട് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുന്ന ദൂരം മാത്രമേ ഇവിടെയുള്ളൂ. അതുപോലെ തന്നെ നിർദ്ദിഷ്ട ശബരിമല റെയിൽവേ പാതയുമായിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും ഈ വീട്, 2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും ഈ വീടുമായിട്ടുള്ളത്. ഇതൊക്കെ ഉടനടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന നല്ലൊരു ഇതാണ്. കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേയുടെ ആണെങ്കിലും കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് ഉടനടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നല്ല ഭംഗിയായ രീതിയിൽ നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനിൽ, അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് മീനച്ചിൽ താലൂക്കിൽപ്പെട്ട ഏരിയയാണ്. അവിടെ ഏറ്റവും ഞാൻ പറഞ്ഞു എയർപോർട്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ
ഇവിടെ വരാൻ പോകുന്ന വികസനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര വികസനം തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഈ ആയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കിയാൽ, ഇപ്പം വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഉത്തമമാണ്. എന്നാൽ പോലും ഞാൻ പറയും, വീണ്ടും ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷം ഒന്ന് റീസെല് ചെയ്യണം എന്ന് നമുക്ക് തോന്നിയാൽ അന്നേരം ഈ പ്രോപ്പർട്ടിക്ക് വില വർദ്ധിക്കുന്നതാണ്. അങ്ങനെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ വിദേശത്ത് പോകുന്നവരും അല്ലെങ്കിൽ പേരൻസും പ്രോപ്പർട്ടിക്ക് വിറ്റിട്ട് വിദേശത്തേക്ക് പോകുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒന്ന് മൂല്യം വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കൊന്ന് റീസെല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്ന ഗതിയിലേക്ക് വന്നേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കാശിന് അത്യാവശ്യം വന്ന് വിൽക്കേണ്ടതായി വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഉറപ്പായിട്ടും ഇവിടെ മൂല്യം വർദ്ധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പ്രോപ്പർട്ടി. ഈ ലൊക്കേഷൻ ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രമാണ് ഈ ലൊക്കേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അങ്ങനെ കിടക്കാച്ചി വീട്, കിടക്കാച്ചി ലൊക്കേഷൻ, 1650 സ്ക്വയർ ഫീറ്റ്, 13 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട് സ്ഥലവും. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.